ഹായ് എവരിവൺ, ഇറ്റ്സ് മി രാഹുൽ. വെൽക്കം ടു മൈ ഇന്റർനെറ്റ് എഫക്സ്. സോ ഇന്നും നമുക്ക് നിഫ്റ്റിയിൽ എൻട്രി ഉണ്ടായിരുന്നില്ല. കാരണം ഇന്നും ഒരു ഗ്യാപ്പ് അപ്പ് ആയിരുന്നു, ചെറിയ ഒരു 30 പോയിൻറ്റ്സ്. നിഫ്റ്റി ഹയർ സൈഡ് മെല്ലെ മെല്ലെ മൂവ് ചെയ്തു. ബട്ട് എക്സ്പയറി ഡേ ദ റീസൺ വൺ ആൻഡ് ഒരു ഓപ്ഷൻ ബയ്യർക്ക് പറ്റിയൊരു മൊമെൻറ്റം മാർക്കറ്റിലില്ലായിരുന്നു. സൈഡ് വേസ് ആയിരുന്നു. ഞാൻ രാവിലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ടുഡേ വി ആർ എക്സ്പെക്റ്റിംഗ് ദ സൈഡ് വേസ് മൊമെൻറ്റം. ഓക്കെ, സോ ഇന്ന് മാർക്കറ്റിൽ നല്ലൊരു മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ലാസ്റ്റ് 3 ഡേയ്സ് ആയിട്ട് നമ്മൾ നിഫ്റ്റിയിൽ ഒരു എൻട്രി എടുത്തിട്ടില്ല. കാരണം എന്താണ്, ലാസ്റ്റ് 2 ഡേയ്സ് ഗ്യാപ്പപ്പാണ്. ഇന്നും ചെറിയൊരു ഗ്യാപ്പപ്പായിരുന്നു. പിന്നെ താഴോട്ട് വന്നു, പിന്നെ ഹയർ സൈഡ് മൂവ് ചെയ്യാൻ ശ്രമിച്ചു. ബട്ട് ആ 200-100 റേഞ്ചിൻ്റെ ഇടയിൽ, ആ ഒരു 100 പോയിൻറ്റിൻ്റെ ഇടയിൽ നിഫ്റ്റി ഒരു പ്യുവർ കൺസോൾട്ടേഷൻ ആയിരുന്നു നിഫ്റ്റിക്ക്, അല്ലേ? നമുക്കൊരു നല്ല മൂവ്മെൻറ്റ് ക്യാപ്ചർ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ബയ്യറിന് പറ്റിയ ഒരു മാർക്കറ്റ് അല്ലായിരുന്നു ഇന്ന്. ഓപ്ഷൻ സെല്ലർ ഈസ് ഗുഡ്, അവർക്ക് പറ്റിയ മാർക്കറ്റായിരുന്നു, അവരുടെ മാർക്കറ്റായിരുന്നു ഇന്ന് ഓപ്ഷൻ സെല്ലറിന് വേണ്ടിയിട്ടുള്ള. കാരണം ഇന്ന് എക്സ്പയറി ഡേ ആയിരുന്നു, നമ്മുടെ വീക്ക്ലി കോൺട്രാക്റ്റ് തീരുന്ന ദിവസമായിരുന്നു. ആൻഡ് ഒബ്വിയസ്ലി ഡിസംബർ മന്ത് ആണ്, എൻഡിങ് ആവുന്നു. ഓക്കെ, ഹോളിഡേയ്സ് ആണ്, ലിക്വിഡിറ്റി കുറവാണ്, അതൊക്കെ ഒരു റീസണാണ് മാർക്കറ്റിൽ. ബട്ട് നമ്മൾ എന്താണ് IRFC എന്ന ഒരു സിംഗിൾ ട്രേഡാണ് നമ്മൾ ചെയ്തത്, അല്ലേ? IRFC സിംഗിൾ ട്രേഡാണ് നമ്മുടെ ഗ്രൂപ്പിൽ ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് അത് സ്വിംഗ് ട്രേഡിന് വേണ്ടിയിട്ടാണ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇൻട്രാഡേയും മെമ്പേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല പ്രോഫിറ്റ് തന്നെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പ് മെമ്പേഴ്സിന് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സിംഗിൾ ഒരു ഓസം നല്ല മൊമെൻറ്റം ഓപ്ഷൻ ബൈയിങ് ചെയ്യുന്നവർക്ക് തന്നെ നല്ലൊരു മൊമെൻറ്റം ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതായിരുന്നു IRFC ചെയ്തിട്ടുണ്ടായിരുന്നത്. സൂപ്പറായിരുന്നു IRFC. ഞാനും പേഴ്സണലി IRFC എടുത്തിട്ടുണ്ട് ഒരു 118 റേഞ്ചിൽ ആൻഡ് സ്റ്റിൽ ഹോൾഡിങ്. സോ നോക്കാം, 128 ആണ് എൻ്റെ ടാർഗറ്റ്. നമുക്ക് നോക്കാം എന്ത് വരും എന്ന് ഞാൻ നോക്കട്ടെ. അതിന് നാളത്തെ ദിവസം വെനസ്ഡേ ആണ്, 24th ഡിസംബർ. ആൻഡ് പിന്നെ അത് കഴിഞ്ഞ് ഡിസംബർ ഹോളിഡേയ്സ് ഒക്കെ വരാൻ പോവുകയാണ്. സോ നമുക്ക് ജസ്റ്റ് മാർക്കറ്റിലോട്ട് പോയിട്ട് നാളത്തെ ലെവൽസ് ഒക്കെ എന്താണ് ചെക്ക് ചെയ്തിട്ട് പെട്ടെന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ, നമ്മുടെ ചാർട്ട് ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. സോ ലാസ്റ്റ് 1-2-3 ഡേ ആയിട്ട് നമുക്ക് കാണുന്നുണ്ടല്ലോ, ഒരു ഗ്യാപ്പ് അപ്പ് വന്നു. ഓക്കെ, കൺസോൾട്ടേഷൻ ചെയ്യുന്നു. നമുക്ക് ഓപ്ഷൻ ഇവിടുന്ന് ഹോൾഡ് ചെയ്തവർക്ക് ഇറ്റ്സ് ഓക്കെ. അല്ലാതെ ന്യൂ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ ദിവസം പിന്നെ നമുക്ക് എന്തെങ്കിലും കിട്ടുമായിരുന്നു. ബട്ട് ഞാൻ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നില്ല. വീണ്ടും ഒരു ഗ്യാപ്പ് അപ്പ് ചെയ്തു, അണ്ട് വീണ്ടും ആ ഒരു കൺസൾട്ടേഷനിലോട്ട് പോയി. ഓക്കെ, ഇന്നലെ ഇവിടെ ക്ലോസ് ചെയ്തു. ഇന്ന് ലാസ്റ്റ് ഡേ ഇവിടെ ഓപ്പൺ ചെയ്തു, ഏകദേശം 25,203. ഓക്കെ, ഗ്യാപ്പ് അപ്പിൽ പിന്നെ നേരെ താഴോട്ട് വന്നു. ഓക്കെ, ആൻഡ് വീണ്ടും അത് കൺസോൾട്ടേറ്റ് ചെയ്തു. ഓക്കെ, ഹയർ സൈഡ് മൂവ് ചെയ്യാൻ ശ്രമിച്ചു, ബട്ട് നടന്നില്ല. ഓക്കെ, സോ ഇതാണ് മാർക്കറ്റിൻ്റെ ഒരു ലൈവ് മൊമെൻറ്റം. സോ മാർക്കറ്റിലൊരു മൊമെൻറ്റം ഇല്ല എന്ന് തന്നെ പറയാം. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റിലെ മൊമെൻറ്റത്തിൻ്റെ കുറവ്, അത് ഇതുമൊക്കെ. ഓക്കെ, ആൻഡ് ബട്ട് ഇന്ത്യ വിക്സിൻ്റെ കുറവ് ഞാൻ ലാസ്റ്റ് 2-3 ഡേയ്സ് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ഐ ആം നോട്ട് കെയർ അബൌട്ട് ദാറ്റ്. ഓക്കെ, ഞാൻ ആക്ച്വലി പ്രൈസിൻ്റെ ആക്ഷൻ മാത്രമാണ് ഞാൻ നോക്കാറ്. പിന്നെ നമ്മുടെ 1-2 സ്ട്രാറ്റജീസ് ഉണ്ട്, നമ്മുടെ RSI ഒക്കെ വെച്ചിട്ടുള്ള, അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ട്രേഡ് ചെയ്യാറ്. ഓക്കെ, ഒബ്വിയസ്ലി മൈ സ്റ്റുഡൻസ് ആർ ലേണിംഗ്. എൻ്റെ സ്റ്റുഡൻസ് ഇത് പഠിക്കുന്നുണ്ട്, അവർക്ക് അതിനെപ്പറ്റി മനസ്സിലാവുന്നുണ്ടാവും ഞാൻ എങ്ങനെയാണ് RSI വെച്ചിട്ടുള്ള കാൽക്കുലേഷൻ എന്നൊക്കെ. ഓക്കെ, സോ നമുക്ക് പോവുകയാണെങ്കിൽ 26,235 ഈ ഡേ ഹൈയുടെ മുകളിൽ മാർക്കറ്റ് സ്ട്രോങ് ആയിട്ടൊരു ക്ലോസ് ഇവിടെ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തിട്ട് തരികയാണെങ്കിൽ, അതായത് ഇവിടെ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരു 25,035 മുകളിൽ ഒരു വോളിയം അല്ലെങ്കിൽ ഒരു മൊമെൻറ്റം ക്ലോസ് തരികയാണെങ്കിൽ നമ്മൾ 26,310 എന്ന ടാർഗറ്റിലോട്ട് നമുക്ക് ഒരു ട്രേഡ് ഉണ്ടാവുന്നതാണ്. അതല്ല, ബട്ട് വാട്ട് ഐ എക്സ്പെക്റ്റിംഗ്, എൻ്റെ ട്രേഡ് ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നത് ഒരു ലോവർ സൈഡിൽ നിന്ന് ബൈയിങ് ചെയ്യാനാണ്. ഓക്കെ, ഒബ്വിയസ്ലി ഞാനൊരു ഹയർ സൈഡിൽ നിന്ന് ബൈയിങ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരാളല്ല. എൻ്റെ സ്റ്റൈലും അങ്ങനെ തന്നെയാണ്. നിങ്ങളെൻ്റെ ഗ്രൂപ്പ് മെമ്പേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾ എൻ്റെ ട്രേഡ്സ് ഇപ്പം ലാസ്റ്റ് 3 months 4 months ആയിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ടാവും. ന്യൂ മെമ്പേഴ്സ് ഇപ്പോൾ ലാസ്റ്റ് കുറച്ച് ദിവസമായിട്ടും വാച്ച് ചെയ്യുന്നുണ്ടാവും. ഇനി ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ജോയിൻ മൈ വാട്സപ്പ് ഗ്രൂപ്പ്, ഞാൻ താഴെ ലിങ്ക് കൊടുത്തേക്കാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ.
സോ ഞാൻ എപ്പോഴും ബൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരു ലോവർ റേഞ്ചിൽ നിന്നാണ്. എനിക്ക് ഹയർ റേഞ്ചിൽ നിന്ന് ബൈങ്ങിന് പോകാൻ തീരെ താല്പര്യമില്ലാത്ത ആളാണ്. സോ എൻ്റെ എക്സ്പെക്റ്റേഷൻ മാർക്കറ്റ് ഒന്ന് താഴോട്ട് വന്നിട്ട്, അതായത് മാർക്കറ്റ് ഒന്ന് താഴോട്ട് വന്നിട്ട് ഈ ഏരിയയിൽ നിന്ന് 26,050, 25,903 ഈ ഏരിയ, ഈ ഗ്യാപ്പിൻ്റെ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് പോവുകയാണെങ്കിൽ ദാറ്റ് ഈസ് വെരി ഗുഡ് ഫോർ മീ. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അത് തന്നെയായിരിക്കും നല്ലത്. ബൈ ഓൺ ദ ഡിപ്പ്. ഓക്കെ, ബൈ ഓൺ ദ ഡിപ്പ് ഈസ് വെരി ഗുഡ്. താഴെ വന്നിട്ട് മാർക്കറ്റ് മുകളിലോട്ട് കയറുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു ബൈ നോക്കാം. ഓക്കെ, ദാറ്റ്സ് എ വെരി ഗുഡ്. താഴോട്ട് ഒരു പുട്ട് എൻട്രി ആരും എടുക്കണ്ട, കാരണം ട്രാപ്പ് ആവും. കാരണം മാർക്കറ്റ് ഒരു ബുള്ളിഷ് മൊമെൻറ്റത്തിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ പുട്ടൊക്കെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് ഏത് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് തിരിയാം. അതുകൊണ്ട് തന്നെ ഒരു പുട്ട് എൻട്രിയിലോട്ട് പോകുന്നതിന് മുന്നേ നോക്കിയിട്ട് വേണം പോകാൻ. അത് പുട്ട് എൻട്രി എടുക്കണ്ട എന്നല്ല പറയുന്നത്, എടുക്കാം, ബട്ട് അതിനുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. ഓക്കെ, അതിനുള്ള എന്താ പറയുക, നമുക്ക് ഒരുപാട് സെക്ടർ അനാലിസിസ് ഉണ്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഈ താഴെ ലോവർ റേഞ്ചിൽ നിന്ന് നമുക്കൊരു ബൈയിങ് ചെയ്യാൻ ശ്രമിക്കാം. അതെല്ലാം മാർക്കറ്റ് ഇവിടെ തന്നെ കൺസോൾട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നാളെ മാർക്കറ്റ് ലീവ് ചെയ്യാം. അതെല്ലാം മാർക്കറ്റ് രാവിലെ തന്നെ വീണ്ടും നല്ലൊരു ഗ്യാപ്പ് അപ്പിലൊക്കെ ഓപ്പൺ ചെയ്ത് പോയിട്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് ഈ ഹൈ സപ്പോർട്ട് ചെയ്തിട്ട് മുകളിലോട്ട് കയറുകയാണെങ്കിലും നമുക്ക് നാളെ ബൈയിങ്ങിലോട്ട് പോവാം. സോ നമുക്ക് അപ്പർ ടാർഗറ്റ് നമ്മുടെ 26,310 ആയിരിക്കും നമ്മുടെ മുകളിലുള്ള ടാർഗറ്റ്. അതെല്ലാം താഴോട്ട് വന്നിട്ടാണെങ്കിൽ താഴെ നമുക്ക് ബൈ ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ പ്ലാൻ. സോ എൻ്റെ പ്ലാൻ എ ഒരു ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ഇവിടെ സപ്പോർട്ട് ചെയ്തിട്ട് മുകളിലോട്ട് കയറിപ്പോവുകയാണെങ്കിൽ പ്ലാൻ എ. അതല്ല, ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴോട്ട് വന്നിട്ട് നമ്മുടെ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ അതാണ് പ്ലാൻ ബി. സോ ഈ 2 പ്ലാനാണ് നമുക്കുള്ളത്. 2 പ്ലാനും ബൈയിങ് ആണ്. ഓക്കെ, സെല്ലിങ്ങിൽ ഞാനിപ്പോൾ പറയുന്നില്ല. സെല്ലിങ് അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ മാർക്കറ്റിൽ നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തേക്കാം. നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അവിടെ ഞാൻ സ്റ്റോക്ക് സജഷൻസും ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ് കൊടുക്കുന്നതായിരിക്കും. ദിസ് വീഡിയോസ് കംപ്ലീറ്റ്ലി ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ്. ആൻഡ് നിങ്ങൾക്ക് വാട്സപ്പ് ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാം. അവിടെ നമുക്ക് നല്ല ഒരുപാട്, അതായത് വാല്യുബിൾ ആയിട്ടുള്ള സ്റ്റോക്സ് നിങ്ങൾക്ക് അവിടെ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, സോ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു.